സിദ്ദീഖ് അലി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അധ്യക്ഷൻ ബഹുമാന്യനായ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഹൈദരലി ശിഹാബ് തങ്ങൾ, ബൈത്തുർ റഹ്മ അബ്ദുൽ ഹമീദ് എന്ന ഓമന പേരിട്ടിരിക്കുന്ന ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് മാസ്റ്റർ, വേദിയിലിരിക്കുന്ന ബഷീർ സാഹിബ്, പി വി അബ്ദുൽ വഹാബ് സാഹിബ്, കെ എം ഷാജി, അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ, MLA-മാർ, വനിതാ ലീഗ് നേതാക്കൾ, മറ്റ് സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഒന്ന് രണ്ടാളുകളൊക്കെ മുങ്ങി, അതുപോലെ എനിക്കും മുങ്ങാമായിരുന്നു. ഏതായിരുന്നാലും ഈ സമ്മേളനത്തിൽ പ്രഗത്ഭരായ നിരവധി ആളുകളുടെ പ്രസംഗങ്ങൾ ഇനിയും നടക്കാനിരിക്കുകയാണ്. ഈ സമ്മേളനം കാണാൻ വേണ്ടി വന്നതായിരുന്നു. ഹമീദ് മാസ്റ്റർ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ്. മുസ്ലിം ലീഗിൻ്റെ ഈ സന്തോഷം ഒന്ന് മുകളിലിരുന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇരുന്നു പോയതാണ്. നമുക്ക് ശത്രുക്കൾ വേണം, ശത്രു ഉണ്ടായേ പറ്റൂ. എൻ്റെ മുത്ത് ശിഹാബ് തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് പൊന്നാനി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ പാണക്കാട് വന്നപ്പോൾ ശിഹാബ് തങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ തങ്ങൾ ചോദിച്ചു, എവിടുന്നാ വരുന്നത്? വീട്ടിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ ചോദിച്ചു, എന്താ അവിടുത്തെ വിശേഷം? ഞാൻ വിചാരിച്ച് എൻ്റെ വീട്ടിലെ വിശേഷമാണെന്ന് കരുതിയിട്ട് ഞാൻ തങ്ങളോട് പറഞ്ഞു, കുട്ടികൾക്കൊക്കെ സുഖമാണ്. തങ്ങൾ പറഞ്ഞ മറുപടി അതല്ല, പൊന്നാനിയിലെ വർത്താനം എന്താണെന്നാ ചോദ്യം. പൊന്നാനിയിലെ വർത്താനം എന്താണ്? ഞാൻ പറഞ്ഞു, അവിടെ മഅദനി ഇറങ്ങിയിട്ടുണ്ട് തങ്ങൾ പാപ്പ. ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, മഅദനി ഇറങ്ങണമല്ലോ, മഅദനി ഇറങ്ങണം, അപ്പോഴേ നമ്മളെ കുട്ടികൾക്ക് ഉഷാറ് കൂടുള്ളൂ എന്നാണ് പറഞ്ഞത്. ശത്രു നമുക്കൊരു അലങ്കാരമാണ്. എതിരാളികളുടെ എണ്ണം ഇങ്ങനെ കൂട്ടിക്കോളി, അത്ര കണ്ട് ലീഗ് ഇങ്ങനെ പട്ടം പോലെ വളർന്ന് വളർന്ന് ഉയർന്നു പൊങ്ങുകയാണ്. നിങ്ങൾ ഊതുന്നതിനനുസരിച്ച് കാറ്റിങ്ങനെ വരും, ലീഗ് ഇങ്ങനെ പട്ടം പോലെ ഉയർന്നു പൊങ്ങും. എന്തൊക്കെ നോക്കി ഏതൊക്കെ കോലത്തിൽ വന്നു, അതൊക്കെ അസ്തമിച്ചിട്ടിപ്പോൾ പഴകിപ്പൊളിച്ച വർഗീയത, സാമുദായികത, തീവ്രവാദം. ആരാ? പിണറായിയുടെ പാർട്ടി. ആലോചിച്ച് നോക്കണം. ഞങ്ങൾ എതിർക്കാനാണോ എല്ലാവരും ഒറ്റക്കെട്ടാണ്? ഉമാ ഉണ്ണി, രാമൻപിള്ള, മഅദനി, പിണറായി, അങ്ങനെയുള്ള എല്ലാ ശത്രുക്കളും. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മതവിഭാഗം മേധാവി ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഉണ്ടല്ലോ, അവരമീറന്മാരെല്ലാവരും കുറച്ച് ദിവസമായി ഞങ്ങളെപ്പറ്റി ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ജയിക്കാൻ പാടില്ല, ജയിച്ചാൽ സമ്മതിക്കൂല. 10-20 ആൾ ജയിച്ചു വന്നാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും കണ്ട് വലിഞ്ഞു കയറിയതൊന്നല്ല നിയമസഭയിലേക്ക്. ആണുങ്ങളെ പോലെ തെരഞ്ഞെടുപ്പിന് നിന്നിട്ടൊരു പെട്ടി അങ്ങോട്ട് വെച്ചിട്ട് ചെയ്തുകൂടിയടാ വോട്ട് എന്ന് പറഞ്ഞിട്ട് എണ്ണിയപ്പോൾ 45,000 ലീഡ് കിട്ടിയ ആൺകുട്ടികളാണ് ഈ കൂട്ടത്തിൽ ഇരിക്കുന്നത്. അറിയങ്ങൾ ഞങ്ങൾ ഈ ഭൂരിപക്ഷം കിട്ടിയിട്ട് ഞങ്ങൾ നിയമസഭയ്ക്കല്ലാതെ പിന്നെ എങ്ങോട്ടവിടെ പോവുക? ഞങ്ങൾ നിയമസഭയ്ക്ക് തന്നെ വരിക. ഞങ്ങളങ്ങനെ വന്നാൽ സമ്മതിക്കൂല. പിന്നെ ഞങ്ങൾക്ക് മന്ത്രിമാരെത്ര വേണം? ആര് മന്ത്രിയാവണം? ഇവരാ തീരുമാനിക്കുക. അബ്ദുറബ്ബ് മന്ത്രിയായത് ശരിയായില്ല. അബ്ദുറബ്ബ് ആരാ? അബ്ദുറബ്ബ് നിങ്ങളാരാ? അമ്മോസനോ? അബ്ദുറബ്ബ് ഞങ്ങളെ നേതാവാ, ഞങ്ങൾ ജയിപ്പിച്ചതാ. ഞങ്ങൾ എങ്ങനെ പോകണം? ജമാഅത്തെ ഇസ്ലാമി പറയും, മാർക്സിസ്റ്റുകാർ പറയും. നിങ്ങളാരാ? നിങ്ങൾ പറയുന്നത് പോലൊക്കെ കേൾക്കാൻ ഞങ്ങൾ നിങ്ങളെ അമ്മായിയൊന്നുമല്ല. ഈ രാജ്യത്ത് എങ്ങനെ പോകണമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലീഗായിട്ട് വളരുക, ലീഗലായിട്ട് പോകാനും അറിയാം, നിയമവും പഠിച്ചിട്ടുണ്ട്, മോശക്കാരൊന്നല്ല. അങ്ങനെ മന്ത്രിമാർ വരുമ്പോൾ ഇവർ പറയാം. രാഷ്ട്രീയ പാർട്ടിക്കാരല്ലാത്തവരും അഭിപ്രായം പറയാണ്. ചിലർ പറയുന്നു സന്തുലിതാവസ്ഥ തകരും. വേറൊരാൾ പറയാണ് 5-ാം മന്ത്രി കിട്ടിയതുകൊണ്ടൊന്നും സമുദായത്തിനൊരു മെച്ചമില്ല, 1-ാം മന്ത്രി കിട്ടിയത് തന്നെ മൂപ്പര് അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ വെറുതൊന്നല്ല, ഞങ്ങൾ അവിഹിതമായി ഒന്നും ചോദിച്ചിട്ടില്ല. ഈ UDFന്റെ ചെമ്പിൽ 20 ചാക്ക് അരി ഞങ്ങളെ വക, 20 ചാക്ക് അരി. അതിൽ 2 കിലോ കൊണ്ടിട്ടവരുണ്ട്, പിതൃ സക്കാത്തിൻ്റെ 1.5 കിലോനുണ്ട്, ഒക്കെ കൊണ്ടിട്ടവരുണ്ട്.
വിളമ്പണ നേരത്ത് ഞങ്ങൾ പറഞ്ഞതാ തുടക്കത്തിൽ തന്നെ ഒരാൾ കൂടി അധികമുണ്ട്. 4 പ്ലേറ്റാ തന്നത്. 4 പ്ലേറ്റ് തന്നപ്പോൾ ഹൈദരലി തങ്ങൾ പറഞ്ഞു ശരിക്കും കുഞ്ഞാപ്പ നോക്കി വാങ്ങണം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പ്ലേറ്റിൽ വിളമ്പണ്ട, തട്ടുചോറ് തന്നാൽ മതി എന്നാ പറഞ്ഞത്. തട്ടുചോറുണ്ട് തിന്നു. തട്ടുചോറ് തന്ന് കുഞ്ഞാപ്പ 2 കോരി മുനീറിന്, 2 കോരി അബ്ദുൾ റബ്ബിന്, 2 കോരി ഇബ്രാഹിം കുഞ്ഞിന്, 4 കോരി കുഞ്ഞാപ്പട്ട്. പലരും വിചാരിച്ച എന്താണെന്നറിയോ, അച്യുതാനന്ദൻ പറഞ്ഞ് തൊട്ടു കിട്ടുന്നതൊക്കെ വാരിക്കൂട്ടിയിരിക്കുന്നു എന്ന്. അതിനല്ല. എന്തിനാ 4 കോരിയിട്ടതെന്നാ, പിന്നിൽ അലി വരണുണ്ട്, അതിനാണിത്. കുഞ്ഞാപ്പ അത് വെച്ചു. ഇപ്പം ഞങ്ങൾ ചോദിച്ചതെന്താ, ഇപ്പം ഞങ്ങൾ ഒരു വിരുന്നുകാരനായി അനൂപ് ജേക്കബ് കൂടി കടന്നു വന്നപ്പോൾ എന്നാൽ നമ്മൾ തിന്നല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു പ്ലേറ്റേ ചോദിച്ചിട്ടുള്ളൂ, ചോറ് ചോദിച്ചിട്ടില്ലടോ. ഞങ്ങളൊരു പ്ലേറ്റാ ചോദിച്ചത്, ഒരൊറ്റ പ്ലേറ്റ്. അതും ഒരു കടലാസിൻ്റെ പ്ലേറ്റാ, സ്റ്റീലിൻ്റെ പ്ലേറ്റ്. രാജ്യസഭ അങ്ങോട്ട് കൊടുക്കുക ചെയ്തത്. അതാരും വിവരറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ജയിക്കാൻ പാടില്ല. മന്ത്രിമാരാ, അതൊരു പുതിയ സോക്കടൊന്നല്ല. അഹമ്മദ് മന്ത്രിയായപ്പോൾ ഇവർ പറഞ്ഞത് എന്താ, ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ചങ്കിനേറ്റ കുത്താണ് കുത്താണ് കുത്താണ്. ആ പറഞ്ഞ ആൾക്ക് പോളിറ്റി ബ്യൂറോന്ന് കുത്ത് കിട്ടിയിട്ട് ഉയ്യാൻ വേണ്ടി തിരുവനന്തപുരത്തേക്കാണ് പോയത്. എല്ലാ പ്രമാണിമാർക്കും തർത്തീബനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുക. ലീഗിനേറ്റ് കളിക്കുക. ഞങ്ങൾക്കൊന്നും പാടില്ലേ. ജാതി മതം പറയാ. മൻമോഹൻ സിംഗിന്റെ ജാതി ഏതാന്ന് ഇപ്പോഴാ ജനങ്ങൾ അറിയണത്. ഗ്യാനി സെയിൻ സിംഗിന്റെ മതമായിരുന്നു മൻമോഹൻ സിംഗിന്, ഇപ്പോഴാ അറിയുന്നത്. അങ്ങനെയുണ്ടോ? മുസ്ലിം മന്ത്രി, സിഖ് മന്ത്രി, അങ്ങനെയുണ്ടോ? ഒരു ടീമല്ലേ നമ്മൾ. ഇപ്പൊ ഷറഫ് അലി ഉണ്ട് ഈ ടീമിൽ. ഇന്ത്യൻ ഫുട്ബോൾ ടീം പോകുമ്പോൾ ഷറഫ് അലി ഉണ്ട്, IM വിജയനുണ്ട്. അങ്ങനെയുള്ള ഒരു ടീമായിട്ട് പോകുമ്പോൾ ഷറഫ് അലി സൈഡ് ഇട്ട് കൊടുക്കുമ്പോൾ IM വിജയനെ കണ്ട ഈ പട്ടികജാതിയല്ലേ നമ്മൾ കണ്ടിട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ നിന്നാൽ ഇന്ത്യക്ക് ജന്മത്തിൽ ഗോളടിക്കാൻ പറ്റുമോ? എന്താ ഇതിൻ്റെയൊക്കെ സ്ഥിതി? ഇവരെവിടെയാ മനസ്സിലാക്കുന്നത്? ഞങ്ങൾ മാന്യമായി പോവുക. ജയിച്ചാതെ അംഗീകരിക്കൂല. എല്ലാ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അവിടെ കണ്ടോളാം. ഇപ്പം നെയ്യാറ്റിങ്കര കണ്ടോളാം. പിറവം കയ്യോളം പറഞ്ഞ് പിറവത്ത് കാണാം. പിറവത്തിൻ്റെ വോട്ട് ഇങ്ങനെ എണ്ണുമ്പോൾ ചാനലായ ചാനൽ മുഴുവൻ പറയാണ്, ദാ 10,000-ഓടടുത്തു, അനൂപ് ജേക്കബ് ഉജ്ജ്വല വിജയം, ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് അംഗീകാരം, ഇടതുപക്ഷം പൊട്ടിപ്പാളീസായി. എല്ലാ ചാനലും മനോഹരമായി പറയുമ്പോൾ ഞാൻ കൈരളി ചാനലിലേക്കൊന്ന് മാറ്റിയിട്ട് നോക്കി. കൈരളി ചാനലിൽ അപ്പോൾ പാചകറാണി അച്ചാറുണ്ടാക്കുകയാണ്. ആ നേരത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാണ്.